وعد اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي وما توفيقي الا بالله عليه توكلت واليه انيب. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളൊക്കെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. മുൻകാല പാപങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു തരുമാറാകട്ടെ. ഈ വെള്ളിയാഴ്ചയിൽ ചെയ്യുന്ന സർവ്വ സൽക്കർമ്മങ്ങളും ഇരട്ടി പ്രതിഫലം അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ നിന്ന് മൺമറഞ്ഞു പോയ ആളുകൾ പള്ളിക്ക് ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അല്ലാഹു തആല അവർക്ക് മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ, സ്വർഗ്ഗം പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ ചെയ്ത നന്മകളൊക്കെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. വന്നുപോയതായ ജന്മങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു കൊടുക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ, അവൻ വളർന്നു വരുന്ന ചുറ്റുപാടുകൾ അവന്റെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു സംഗതിയാണ്. അഥവാ നല്ല ചുറ്റുപാടിൽ നിന്ന് വരുന്ന ഒരു വ്യക്തി, നല്ല വായന, നല്ല അന്തരീക്ഷം, നല്ല ബന്ധങ്ങൾ, നല്ല കൂട്ടുകാർ, ഇത്തരം ഒരു സാഹചര്യത്തിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അത്തരം നല്ല പ്രവണതകൾ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. നേരെ മറിച്ച് മോശമായ ഒരു സാഹചര്യത്തിൽ നിന്ന് വരുന്ന ഒരു മനുഷ്യരാണെങ്കിൽ, മോശമായ ചുറ്റുപാടുകൾ, മോശമായ അന്തരീക്ഷം, ഇങ്ങനെ മോശപ്പെട്ടതായ ഒരു സാഹചര്യത്തിൽ നിന്ന് വരുന്ന ഒരു മനുഷ്യനാണെങ്കിൽ തീർച്ചയായിട്ടും സ്വാഭാവികമായും അവന്റെ പ്രവണതകളിൽ, പ്രവർത്തനങ്ങളിൽ മോശമായ ഒരു രീതിയും ഇടപെടലുകളും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ചിന്തിക്കേണ്ട വിഷയം, ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചതും വളർന്ന ഒരു സാഹചര്യം നാം എടുത്തു നോക്കണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തേക്ക് പൂജാതനായി മക്കയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോൾ അന്നത്തെ ഒരു സാഹചര്യം വളരെ മോശപ്പെട്ട ചുറ്റുപാടാണ്. വളരെ മോശപ്പെട്ട ഒരു അന്തരീക്ഷത്തിൽ നിന്നാണ്, ആ ഒരു സമൂഹത്തിന്റെ ഇടയിലേക്കാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമാകുന്ന ഒരു സംരക്ഷണത്തോടുകൂടെ മറ്റുള്ള തെറ്റുകളിൽ നിന്നും ഇടപെടാതെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളർന്നു വന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നുണ്ട്, ഫവല്ലാഹി മാ ഹബംതു ബിസൂഇൻ മിമ്മാ യഅമലു അഹ്ലുൽ ജാരിയ. മുത്തുനബി തങ്ങൾ പറയാണ്, ഫവല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, മാ ഹബംതു ബിസൂഇൻ, ഞാൻ മോശമായ ഒരു വിഷയം എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല, കരുതിയിട്ട് പോലുമില്ല, മിമ്മാ യഅമലു അഹ്ലുൽ ജാരിയ, ജാഹിലിയ കാലഘട്ടത്തിൽ ജനങ്ങളവിടെ കാട്ടിക്കൂട്ടിരുന്ന പ്രവർത്തനങ്ങൾ കണ്ടിട്ട് അങ്ങനത്തെ ഒരു പ്രവർത്തനം ചെയ്താലോ എന്നുള്ളൊരു തോന്നൽ പോലും എൻ്റെ മനസ്സിലുണ്ടായിട്ടില്ല എന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇവിടുത്തെ പറയാൻ കാരണം, ഇന്നത്തെ സാഹചര്യം എടുത്തു നോക്കിയാൽ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മോശമായി ചിത്രീകരിക്കാനും അവിടുത്തെ വ്യക്തിത്വത്തെ അംഗീകരിക്കാൻ പോലും ഇന്നത്തെ സമൂഹം തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. മുമ്പുള്ള 6-ാം നൂറ്റാണ്ടിലെ ജനങ്ങളെ അപേക്ഷിച്ച് ഇന്ന് നോക്കുമ്പോൾ അവരെക്കാളും മോശമായ തരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരെ മുൻകാല ചരിത്രം നാം എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിനെയാണ് നിഷേധിച്ചിരുന്നത്, വ്യക്തിത്വത്തെ അംഗീകരിച്ചിരുന്നു. പണ്ടുള്ള മക്ക ഖുറൈശികൾ പല ആളുകളും, ഉന്നതന്മാരായ നേതാക്കളടക്കം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വത്തെ അംഗീകരിച്ചു. അതിന് വ്യക്തമായ തെളിവുകൾ മഹാന്മാരായ കിതാബ് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. സ്വഹീഹുൽ ബുഖാരിയുടെ ആദ്യ ഘട്ടങ്ങളിൽ തന്നെ ആ വിഷയത്തെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അബൂ സുഫിയാൻ എന്ന് പറയുന്ന ഖുറൈശികളുടെയും അബൂജഹലിന്റെ ഒക്കെ നേതാവായിരുന്ന അബൂ സുഫിയാൻ പിന്നീട് ഇസ്ലാം സ്വീകരിച്ച സ്വഹാബിയാണ്. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതിശക്തമായ വെറുപ്പും വിരോധവും വെച്ച് പുലർത്തിയിരുന്ന ഒരു കാലഘട്ടം ഖുറൈശികൾ. ആ കാലഘട്ടത്തിലെ ഏറ്റവും നേതാവാകുന്ന അബൂ സുഫിയാൻ
അവർ ഒരു കച്ചവടത്തിന് വേണ്ടി ഷാമിലേക്ക് പോവുകയും കച്ചവടത്തിന് ഇങ്ങനെ ഷാമിലേക്ക് പോയി കച്ചവടം ചെയ്യുന്ന സന്ദർഭത്തിൽ റോമൻ ഭരിച്ചിരുന്ന ഹിർക്കൽ രാജാവ് അബൂ സുഫിയാനെ കൊട്ടാരത്തിലേക്ക് വിളിക്കുകയാണ്. അവിടെ നിന്ന് പറയുകയാണ്, നിങ്ങൾ സത്യം മാത്രമേ ഇവിടെ പറയാൻ പാടുള്ളൂ. ഖുറൈശികളുടെ നേതാവാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് വ്യക്തമായി പഠിക്കാൻ വേണ്ടി ഹിർക്കൽ രാജാവ് ഓരോ ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ്. ഒരു സത്യവാങ്മൂലം തയ്യാറാക്കുകയാണ്. കൃത്യമായി കൊണ്ട് ഹിർക്കൽ രാജാവ് ചോദിക്കുന്നുണ്ട്. ഒരു ചോദ്യങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കരാർ വയ്ക്കുന്നുണ്ട്. ഒരിക്കലും കളവ് പറയാൻ പാടില്ല. മാത്രമല്ല, നിങ്ങൾ ഈ പറയുന്നതിൽ വല്ല കളവ് സംഭവിച്ചാൽ അത് കളവാണെന്ന് ബാക്കിലിരിക്കുന്ന അനുയായികൾ പറയണമെന്നുള്ള കർശനമായി ഹിർക്കൽ രാജാവ് ചോദ്യം ചെയ്യുകയാണ്. അബൂ സുഫിയാൻ എന്നവരോട് ചോദിക്കുന്നു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ചോദിക്കുന്നു, ഫഹൽ കുൻതും തത്തഹിമൂന ബിൽ കദിബി. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുണ പറയുമെന്ന് നിങ്ങൾക്ക് വല്ല അഭിപ്രായമുണ്ടോ? വായ തുറന്നാൽ ഇതിൽ കളവ് പറയുമെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? ഖബല അൻ യഖൂല മാ ഖാല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ പ്രവാചകനാണ്, അല്ലാഹുവിന്റെ ദൂതനാണ് എന്ന് വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നതിന് നിങ്ങൾക്ക് നിങ്ങളോട് വിളംബരം ചെയ്യുന്നതിന് മുമ്പുള്ള 40 വർഷകാലങ്ങളിൽ എന്തെങ്കിലും കളവ് ആ തിരുനാവിൽ നിന്ന് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അന്ന് അബൂ സുഫിയാൻ മുസ്ലിമല്ല, ഖുറൈശികളുടെ നേതാവാണ്. അത്രത്തോളം മുത്തുനബി തങ്ങളോട് വെറുപ്പുണ്ടായിരുന്ന കാലഘട്ടമാണ്. ആ സമയത്ത് അബൂ സുഫിയാൻ പറയുകയാണ്, ഖുൽതുല, അങ്ങനെയൊന്നും കളവ് ഇതുവരെ ഞങ്ങൾ ആരും കേട്ടിട്ടില്ല. വീണ്ടും ആ ഹിർക്കൽ രാജാവ് ചോദിക്കുന്നുണ്ട്, ഫഹൽ യഗ്ദിറു, എന്തെങ്കിലും വഞ്ചന ചെയ്യുന്ന ആളാണോ ആ പ്രബുദ്ധൻ റസൂലാണെന്ന് പറയുന്ന വ്യക്തി? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് പറയാണ്, എന്തെങ്കിലും വഞ്ചന ജീവിതത്തിൽ ഈ 40 വർഷകാലയളവിൽ നടന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അബൂ സുഫിയാൻ പറയാണ്, ഞാൻ പറഞ്ഞു, വലാ ലാ, അങ്ങനൊന്നും വഞ്ചന ഉണ്ടായിട്ടില്ല. പിന്നെ ഇതിന്റെ ഇടയിൽ കൂടെ ഒരു കിട്ടിയ അവസരം, കാരണം ഒരു നിലക്കും കളവ് പറയാൻ പറ്റാത്ത കുടുങ്ങി നിൽക്കുന്ന സന്ദർഭത്തിൽ എന്തെങ്കിലും നബി തങ്ങളെ കുറിച്ച് ഒന്ന് പറയണല്ലോ എന്നുള്ള രൂപത്തിൽ അബൂ സുഫിയാൻ എന്ന് പറഞ്ഞു, വനഹ്നു മിൻഹു ഫീ മുദ്ദത്തിൻ, ഞങ്ങളുടെ നബിയുമായിട്ടൊരു കരാറിലാണ്, അഥവാ ഹുദൈബിയ കരാറിലാണ്. ലാ നദ്രി മാ ഹുവ ഫാഇലുൻ ഫിഹാ, ആ കരാറിന് എന്തെങ്കിലും വഞ്ചന കൊണ്ടുവരുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. കാരണം വേറെ ഒന്നും പറയാനില്ലാത്ത സാഹചര്യമാണ്, ഒന്നും ഇടയിൽ ചേർത്തി പറഞ്ഞതാണ്. അപ്പോ വലം തുമക്കിനി, മഹാനായ പിന്നീട് ഇസ്ലാം സ്വീകരിച്ച അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു അവസാന കാലഘട്ടത്തിലാണ് ഈ സംഭവങ്ങളൊക്കെ വിവരിക്കുന്നത്. അബൂ സുഫിയാൻ പറയാണ്, വലം തുമക്കിനി കലിമത്തുൻ ഉദ്ഖില ഫീഹാ ശൈഅൻ ഗൈറ ഹാദി, ഇതല്ലാത്ത ഒരു വാക്കിനിക്ക് ഇതിന്റെ ഇടയിൽ കൂട്ടിച്ചേർക്കാൻ സാധിച്ചില്ല. അപ്പൊ അത്രത്തോളം കുടുങ്ങി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വ്യക്തിത്വത്തെ അംഗീകരിക്കുന്നത്. മാത്രമല്ല, വീണ്ടും ഹിർക്കൽ രാജാവ് ചോദിക്കുന്നുണ്ട്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ അധ്യാപനം എന്നൊക്കെ ചോദിച്ചപ്പോ അവിടെ നിന്ന് പറഞ്ഞു, യഅ്മുറുനാ ബിസ്സലാഹ്, ഞങ്ങളോട് നിസ്കരിക്കാൻ കൽപ്പിക്കും, വസ്സകാ, സകാത്ത് കൊടുക്കാൻ കൽപ്പിക്കും, വസ്സിദ്ഖി, സത്യം മാത്രം പറയണമെന്ന് ഞങ്ങളോട് കൽപ്പിക്കാറുണ്ട്, വൽ അഫാഫി, പരിശുദ്ധിയോടെ ജീവിക്കുക, അഥവാ ലൈംഗിക വിശുദ്ധിയോട് കൂടെ ജീവിക്കാൻ ഞങ്ങളോട് കൽപ്പിക്കുമായിരുന്നു, വസ്സിലത്തി, കുടുംബബന്ധം ചേർക്കാനൊക്കെ ഞങ്ങളോട് കൽപ്പിക്കുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അന്നത്തെ മക്ക ഖുറൈശികൾ പോലും, മക്ക ഖുറൈശികളുടെ തലവനായിരുന്ന അബൂ സുഫിയാൻ പോലും നബി തങ്ങളെ എതിർത്തിരുന്ന കാലഘട്ടത്തിൽ പോലും അവിടെ എല്ലാവരും വ്യക്തിത്വത്തെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വത്തെ അംഗീകരിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നജാശി രാജാവിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് എന്ന് പറയുന്ന സഹാബി റളിയല്ലാഹു അൻഹു ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. അഥവാ അംഗീകരിക്കുന്നവരും അംഗീകരിക്കാത്തവരും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വത്തെ പരിപൂർണമായും അംഗീകരിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. അയ്യുഹൽ മലികു, അല്ലയോ രാജാവേ, കുന്നാ ഖൗമൻ അല ശിർകി, ഞങ്ങൾ ശിർക്ക് ചെയ്തിരുന്ന ആളുകളായിരുന്നു. നഅബുദുൽ ഔസാന,
വിഗ്രഹങ്ങളൊക്കെ ആരാധിച്ചിരുന്ന ആളുകളായിരുന്നു ഞങ്ങൾ. വനകുലുൽ മൈതത, ചത്ത ശവങ്ങളൊക്കെ ഞങ്ങൾ തിന്നിരുന്നു. വനുസീഉൽ ജിവാറ, അയൽവാസികളോട് ഞങ്ങളൊക്കെ മോശമായി പെരുമാറിയിരുന്നു. വനസ്തഹില്ലുൽ മഹാരിമ, ഹറാമായ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഹലാലാക്കിയിരുന്നു. അങ്ങനെ മോശപ്പെട്ട രൂപത്തിൽ ജീവിച്ചിരുന്ന ഞങ്ങളാണ്. ഞങ്ങൾ ഇഷ്ടമുള്ളവരെ പോയി കൊന്നിരുന്നു. കൊലപാതകം വർദ്ധിച്ചിരുന്ന കാലഘട്ടമായിരുന്നു. ആ സന്ദർഭത്തിലാണ് ഞങ്ങളിലേക്ക് ഒരു പ്രവാചകൻ വന്നത്. മിൻ അൻഫുസിന, ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരു പ്രവാചകൻ വന്നത്. നഅരിഫു വഫാഅഹു, വളരെയധികം ഞങ്ങളെ അവിടുത്തെ വാക്ക് പാലിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. വാക്ക് പാലിക്കാമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യങ്ങൾ, ആ അമാനത്ത് സൂക്ഷിക്കുന്നവരായിരുന്നു. അങ്ങനെ ഞങ്ങളോട് കൽപ്പിച്ചു, ഞങ്ങളെ ക്ഷണിച്ചു. ഏകനായ അല്ലാഹുവിലേക്ക് വിശ്വസിക്കാനും, കുടുംബ ബന്ധം ചെറുക്കാനും, അയൽവാസികളോടൊക്കെ നന്നായി പെരുമാറാനും, നിസ്കരിക്കാനും, നോമ്പ് നോൽക്കാനൊക്കെ ഞങ്ങളോട് കൽപ്പിച്ചിരുന്നു എന്ന് അവിടെ നിന്ന് പറയുകയുണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെയധികം അംഗീകരിക്കപ്പെടുന്ന ഒരു സമൂഹമായിരുന്നു. മക്ക ഖുറൈശികളിൽ പോലും ഒരു ഭൂരിഭാഗം ആളുകളും അങ്ങനെയായിരുന്നു. അപ്പൊ ഞാൻ ഇന്നത്തെ കാലഘട്ടം എടുത്ത് നോക്കിയാൽ എങ്ങനെയെങ്കിലും ഇസ്ലാമിനെ ഏതെങ്കിലും രൂപത്തിൽ വിമർശിക്കാൻ പറ്റുമോ അങ്ങനെ വിമർശിക്കാൻ ഓരോ വാക്കുകളും തങ്ങൾ ചരിത്രങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. യമാമയിൽ ഒരു രാജാവ് സുമാമത്ത് ബിൻ ഉസാൽ എന്ന് പറയുന്ന ഒരു രാജാവ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കുകയാണ്. പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അങ്ങനെ അദ്ദേഹം മക്കയിലേക്ക് ഉംറ നിർവഹിക്കാൻ പോവുകയും അവിടെ ചെന്നുകൊണ്ട് അവിടെയുള്ള ആളുകളെ വീണ്ടും ഇസ്ലാമിലേക്ക് വരണമെന്ന് പറഞ്ഞ് ദീനി ദഅവത്ത് നടത്തുകയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വട്ടം ക്ഷണിച്ച ആ സമൂഹത്തെ വീണ്ടും ഉസാമത്ത് ബിൻ സുമാൽ എന്ന് പറയുന്ന മഹാനവറുകൾ ചെല്ലുകയും, ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്, ഉംറയ്ക്ക് പോയപ്പോൾ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. ആരും വന്നില്ല. ഉടനെ തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉസാമത്ത് ബിൻ ഉസാൽ എന്ന് പറയുന്ന ആ രാജാവ് അവിടെ നിന്ന് പ്രഖ്യാപിക്കുകയാണ്, വല്ലാഹി ലാ യഅതീകും മിനൽ യമാമ, യമാമയിൽ നിന്ന് നിങ്ങൾക്ക് ഇനി ഒന്നും ലഭിക്കാൻ പോകുന്നില്ല. അഥവാ അന്നത്തെ കാലത്ത് യമാമയിൽ നിന്നാണ് ഗോതമ്പും പോലത്തെ ഭക്ഷ്യവസ്തുക്കളൊക്കെ ഇറക്കുമതി ചെയ്തിരുന്നത്. അതുകൊണ്ട് ഇനി മുതൽ ഞാൻ നിങ്ങളെ മുത്തനബി തങ്ങളെ ദീനിലേക്ക് ക്ഷണിച്ചിട്ട് നിങ്ങൾ വന്നില്ലല്ലോ, ഇനി ഖുറൈശികൾക്ക് യമാമയിൽ നിന്ന് ഒരു മണി ഗോതമ്പ് പോലും ഞാൻ തരുകയില്ല. ഹബ്ബത്തു ഹിന്ദ, ഒരു മണി പോലും ഞാൻ തരുകയില്ല. ഹത്താ യഅ്ദന ഫിഹാ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എനിക്ക് അനുമതി തരുന്നത് വരെ ഒരാൾക്കും ഇനി ഭക്ഷണമില്ല എന്ന് ഖുറൈശികളോട് ഈ ഉസാമത്ത് ബിൻ സുമാൽ എന്ന് പറയുന്ന സഹാബി പറയുകയും, ശേഷം ഖുറൈശികൾ ഭയപ്പെടുകയും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കത്തെഴുതുകയുണ്ടായി. നബിയെ, അങ്ങ് ഒരു പ്രവാചകനാണ്, ഞങ്ങളെ കാര്യത്തിൽ ഈ ഒരു വിഷയമുണ്ട്, വളരെയധികം ബുദ്ധിമുട്ടിലാണ്, ഭക്ഷണമൊന്നും എത്തിക്കില്ല എന്നാണ് യമാമയിലെ രാജാവ് പറയുന്നത്. അങ്ങ് കാര്യമായി ഇടപെടുകയും വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞ് ഖുറൈശികൾ മദീനയിലേക്ക് കത്തെഴുതുകയും ഉടനെ തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചൊരു കത്തെഴുതുകയാണ്. ഉസാമത്ത് ബിൻ സുൽമാൻ എന്ന് പറയുന്ന സഹാബിക്ക് കത്തെഴുതുകയാണ്. ഫകതബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ സുമാമ അയ്യുഖല്ലിയ ബൈനഹും വബൈനൽ ഹംൽ, നിങ്ങളുടെ മക്കയുടെ ഇടയിലും അതുപോലെ തന്നെ ലോഡിങ്ങിന്റെ ഇടയിലുള്ള നിങ്ങൾ വെച്ച കരാറ് നിങ്ങൾ പിൻവലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കത്ത് എഴുതുകയാണ്. അപ്പൊ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കാത്ത ആളുകളും പട്ടിണി കിടക്കരുത്, നബി തങ്ങളെ കൊല്ലാൻ വേണ്ടി ബദർ യുദ്ധവും ഉഹദ് യുദ്ധമൊക്കെ നടത്തിയ ആളുകളാണ്.
അവർക്ക് പോലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണത്തെ നിഷേധിച്ചില്ല. ഒരിക്കലും ഭക്ഷണം എത്തിക്കാതിരിക്കരുത്, ഉടനെ തന്നെ ഭക്ഷണം എത്തിക്കണമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അത്രയ്ക്കും ഉദാത്തമായ മാതൃകയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കാഴ്ചവെക്കുന്നത്. അല്ലാഹു തആല നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. മുത്തുനബി തങ്ങളെ ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.